കാരക്കാസിലും ലാഗുയിറ തുറമുഖ നഗരത്തിലും ഒക്കെ കനത്ത നാശനഷ്ടമുണ്ടായി. ദേശീയ ദുരന്തം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇതിനെ നേരിടണമെന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്രിസ്റ്റീന, ഒരു പക്ഷേ ഈ വെനിൻസുവേലയിലെ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല, സാധാരണ ഭൂകമ്പങ്ങൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായാൽ പിന്നീട് ചെറുതായ തുടർ ചലനങ്ങളാണ് സംഭവിക്കുക. ഇക്കാര്യത്തിൽ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം ഇന്ത്യൻ സമയം ഏതാണ്ട് പുലർച്ചെയാണ് സംഭവിച്ചത്. ഒരു ഭൂകമ്പമുണ്ടായി. അത് 7.1 7.1 റിച്റ്റർ സ്കെയിലിൽ രേഖപ്പെടുത്തി. അത് വലിയ ഭൂകമ്പമാണ്. പക്ഷെ അതിനുശേഷം 40 സെക്കൻഡിനുള്ളിൽ 7.5 രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പം, ആദ്യത്തേക്കാൾ ഭീകരമായിട്ടുള്ള ഭൂകമ്പമാണ് ഉണ്ടായത്. രണ്ട് ഭൂകമ്പങ്ങളുടെ പ്രഭവസ്ഥാനം വെനിൻസുവേലയുടെ തലസ്ഥാനമായ കാരക്കേസിനടുത്താണ്. 13 കിലോമീറ്റർ ആഴത്തിലാണ് സംഭവിച്ചത്. കരീബിയൻ തീരം ചുറ്റുമുണ്ട്. 168 കിലോമീറ്ററിൽ ഇതിൻ്റെ ആഘാതമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നമ്മളെ ഞെടുക്കുന്ന ചില വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇതുവരെ ആയിരക്കണക്കിന് എന്നാണ് പറഞ്ഞത്. ഒരു റിപ്പോർട്ട് 10,000-ലേറെ എന്നാണ്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നു, ഈ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നറിയില്ല. കണക്കെടുപ്പ്, പ്രാഥമിക കണക്കെടുപ്പിൽ 100,000-ലേറെ പേർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ആ തരത്തിലാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു പൊതുവെ ഭൂകമ്പത്തിന്, ഭൂമികുലുക്കത്തിന് ഇതായിട്ടുള്ള സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഇതായിട്ടുള്ള പ്രദേശമാണ് വെനിൻസുവേലയുടെ ഈ കാരക്കാസ് മേഖല. അവിടെ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിൽ മാറുമ്പോഴാണ് പലപ്പോഴും ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണ ഫോൾട്ട് ലൈൻ 2 തവണ ഭേദിച്ചിരിക്കുകയാണ്. ഒരു തവണ ഇത് സ്ട്രെസ് പോയാൽ പിന്നീട് തുടർചലനങ്ങൾ എന്നതിന് പകരം 2 തവണ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇത് വളരെ അപൂർവമായ പ്രതിഭാസമെന്നാണ് ഭൗമശാസ്ത്രജ്ഞർ തന്നെ പറയുന്നത്. എന്തായാലും അവിടുത്തെ കെട്ടിടങ്ങൾ, 10,000-കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ എയർപോർട്ട് അടച്ചു. ദേശീയ തലത്തിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടുത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ്. അവിടെ നമുക്കൊക്കെ അറിയാവുന്നതാണ്, വെനിൻസുവേലയിലാണ് അമേരിക്ക കയറി ആക്രമണം നടത്തി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും രാത്രിക്ക് രാത്രി തട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആവുമായിരുന്നു. അവിടുത്തെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉള്ള അതിൻ്റെ റിസർവ് ഉള്ളത് വെനിൻസുവേലയിലാണ്. അതുകൊണ്ടാണ് അമേരിക്ക അവിടെ കണ്ണുവെച്ചത്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയമായ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾക്കിടയിലാണ് യഥാർത്ഥ ഭൂകമ്പം അവിടെ ഉണ്ടായിട്ടുള്ളത്. അമേരിക്ക സഹായം എത്തിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത രാജ്യങ്ങൾ, ഇക്വഡോർ അടക്കമുള്ളവർ പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ജപ്പാനിലും കാലിഫോർണിയയിലും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി കുറവാണ്. 6.9 ജപ്പാനിൽ രേഖപ്പെടുത്തിയത്. കാലിഫോർണിയയിൽ 6.1 ആണ്. 6.1 5.9 പക്ഷെ അവിടെയൊന്നും വലിയ രീതിയിലുള്ള ഇത് പറയപ്പെട്ടില്ല. എന്തായാലും ഇതൊരു വലിയ ഭൂകമ്പം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മരണസംഖ്യ കൂടാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് കരുതാം. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.